ക്യൂ ഡിസ്കൗണ്ട്സ് മികച്ച ഡിസ്കൗണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിടിലൻ മൊബൈൽ ആപ്പ്. സംഗീത സാന്ദ്രമായ വർണ്ണസന്ധ്യയിലേക്ക് കുഞ്ഞു പാട്ടിന്റെ കൊഞ്ചലുമായി നമ്മുടെ കൊച്ചു പാട്ടുകാരെത്തുന്നു. വെൽക്കം. അരുൺ, നല്ല രസമായിരുന്നു ഇത്. കഥ പറയുമ്പോൾ അല്ലേ, എന്നുള്ള സിനിമയില് വിനീതാണ് പാടിയിരിക്കുന്നത്. എം ജയചന്ദ്രന്റെ മ്യൂസിക്കും വിനീതും ശ്വേതയാണോ അല്ലേ? ഭയങ്കര രസമായിട്ട് പാടി. വിനീത് പാടിയ പാട്ട് വേറൊരാൾ പാടുമ്പോൾ നമുക്ക് ആ വോയിസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇപ്പൊ അരുൺ പാടിയപ്പോൾ അരുണിൻ്റെതായ സ്റ്റൈലിലാണ് പാടിയിരിക്കുന്നത്. പക്ഷെ ആ ട്യൂണിനെയോ അല്ലെങ്കിൽ ആ പാട്ടിനെയോ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് വളരെ ഹൃദ്യമായിട്ട് പാടി. അതുപോലെ മോള് ശ്വേതയുടെ പാട്ട് ഗംഭീരമാക്കി, നന്നായി പാടിയിട്ടുണ്ട്. നല്ല രസമുള്ള നല്ല മെലഡിയാണ് ഈ പാട്ട്. ഇത് എഴുതിയിരിക്കുന്നത് ഗിരീഷാവുന്നു അല്ലേ? അപ്പൊ ആ സിനിമയിലെ 2
പാട്ടെഴുത്തുകാരും നമ്മളെ വിട്ടുപോയി. അത് ഒന്ന് നമ്മുടെ പനച്ചൂരാനും ഈ കോവിഡ് കാലത്ത് നമ്മളെ വിട്ടുപോയി. അപ്പോൾ ആ രണ്ട് ഈ പടത്തിലെ പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഗിരീഷിനെയും പനച്ചൂരാനെയാണ് ഓർമ്മ വരിക. എന്തായാലും ഇതൊരു വളരെ ഹൃദ്യമായ ഒരു പാട്ട് പാടിയതിന് വളരെ സന്തോഷം. നന്ദി രണ്ടുപേരോട്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിട്ട് പാടി. ഈ പറഞ്ഞ മാതിരി വിനീത് ശ്രീനിവാസന്റെ വേറിട്ടൊരു ശബ്ദമാണ്. അത് വേറെ ആരെങ്കിലും പാടുമ്പം വേറെ ലെവലിലായി പോകുമെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇല്ല, അതിനെ ഈ പറഞ്ഞ മാതിരി ഒട്ടും ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. വളരെ നന്നായിട്ട് രണ്ടുപേരും പാടി. പിന്നെ കഥ പറയുമ്പോൾ എന്ന സിനിമ സൂപ്പർ ഹിറ്റാണ്. അന്നത്തെ കാലത്ത് മുകേഷും ശ്രീനിവാസനും തന്നെയാണ് ആ പടം നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ തിരക്കഥാ സംഭാഷണം ശ്രീനിവാസനാണ്. ശ്രീനിവാസന്റെ അളിയൻ മോഹനാണ് അതിൻ്റെ ഡയറക്ടർ. പിന്നെ ഈ പടം ഇത്രയും ഹിറ്റായതും നല്ല സബ്ജക്റ്റ് ആയതുകൊണ്ട് ഹിന്ദിയിൽ ഷാരൂഖ് ഖാൻ അഭിനയിച്ചപ്പോൾ ഡയറക്റ്റ് ചെയ്ത് പ്രിയദർശനാണ്. പിന്നെ തമിഴിൽ രജനീകാന്താണ് അഭിനയിച്ചത്. ഇത്രയും ഏരിയകളിലേക്ക് ആ പടം പോയി എന്നുള്ളതാണ് ഞാൻ പറയുന്ന സംഭവം. അപ്പോൾ ഇവിടെ നിങ്ങൾ നന്നായിട്ട് പാടി, വളരെ നല്ല ഫീലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാനുള്ളത്, അസലായിട്ടുണ്ട് കഥ പറയുമ്പോൾ എന്നുള്ള സിനിമ. അത് മമ്മൂട്ടി അഭിനയിച്ചിട്ടില്ലേ? ഞാനും ഉണ്ട് അതിനകത്ത്. അപ്പൊ ആ സിനിമ നല്ല രസമായിരുന്നു. അതിലല്ല ഇന്നസെന്റ് ഞങ്ങളുടെ ക്യാരക്ടറിന്റെ പേര് ഈപ്പച്ചൻ മുതലാളി. ഇടയ്ക്ക് ഈച്ചപ്പൻ. അതാ ഞാനിപ്പോ പെട്ടെന്ന്. അതെ. അപ്പൊ എന്തായാലും ആ സിനിമയിലുള്ള പാട്ട് അസലായിട്ട് രണ്ടാളും ഗംഭീരമായിട്ട് പാടി. നമുക്ക് നല്ല സന്തോഷമായി കേട്ടോ. ഓക്കെ. ദേവനന്ദ സൂപ്പർ ആയിരുന്നു. താങ്ക് യു സർ. അരുൺ കിടിലോസ്കി. പറയേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളൊക്കെ ഒരു വഴിയായി. ഈ പാട്ടില് തബല വായിച്ചിരിക്കുന്നത് ഒറിജിനലി നമ്മുടെ അരുണാണ്. ആണോ? ഈ നിൽക്കുന്നത് ഒരു പ്രതിഭാസമാണ്. സകലകല വല്ലഭൻ എന്നൊക്കെ പറയുന്നതല്ലേ. പാട്ടുണ്ട്, മ്യൂസിക് ഉണ്ട്, തബലയുണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്, കീബോർഡ് ഉണ്ട്. അതെന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ആ തബല വായിച്ച അവസ്ഥ അതെന്തായിരുന്നു, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഞാൻ സ്റ്റാർ സിംഗർ കഴിഞ്ഞ സമയത്ത് എം ജയചന്ദ്ര സാറ് ഒരു ദിവസം എന്നോട് ഇങ്ങനെ പോയിരുന്നോ, ഞാൻ പറയാം എപ്പോൾ റെഡി എന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വണ്ടി കയറിയതാണ്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നിവേദിയാണ്. അത് മുതൽ ഞാൻ സാറിൻ്റെ കൂടെ ഉണ്ട്. കഥ പറയുമ്പോൾ എത്തിയപ്പോഴേക്ക് ഫുൾ ഇതിൻ്റെ കമ്പോസിങ്. അപ്പം സാറ് എന്നോട് പറഞ്ഞു ഇതിൻ്റെ താളം നമുക്കെങ്ങനെ റെഡിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇട്ട നമ്മൾ പാറ്റേൺ മാമ്പുള്ളിക്കാവിൽ എന്ന് പറയുമ്പോൾ അത് ആദ്യം നമുക്ക് കോമൺ ആയിട്ട് തോന്നുന്നൊരു പാറ്റേൺ ആണല്ലോ. അപ്പോൾ സാറ് പറഞ്ഞു അത് വേണ്ട, അതിൻ്റെ വേറൊരു ഉൾട്ടയടിക്ക് കിടക്കെന്ന് പറഞ്ഞൊരു സാധനം അന്നേരമാണ് അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ജിങ്കടക്ക് ജിക്ത ജിങ്കടക്ക് ജിക്ത എന്ന് വെച്ചാൽ റെക്കോർഡിങ്ങിന് ഞാനും നമ്മുടെ ശരത് സാറിൻ്റെ ചേട്ടനുണ്ട്, ആ ചേട്ടനും ഞാനും കൂടിയാണ് ഇത് വായിച്ചത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ദേവൂട്ടി അരുൺ ചേട്ടാ ഓൾ ദി ബെസ്റ്റ്. ക്യൂ ഡിസ്കൗണ്ട്സ്. മികച്ച ഡിസ്കൗണ്ടുകൾക്കും ഓഫറുകൾക്കും മാത്രമായി ഇതാ ഒരു കിടിലൻ മൊബൈൽ ആപ്പ്.